ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. അങ്ങനെ നമ്മുടെ ഓഫറിലെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വലിയ പ്രശ്നക്കാരൊന്നുമല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഓഫറുകളൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഓഫർ വരുമ്പോൾ ഏകദേശം 3-4 മാസത്തോളം ഈ ഒരു ഓഫറിന് വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വിങ്ങിനെ തീരുമാനിച്ചിട്ട് ആ വിങ്ങിൽ അടങ്ങിയിട്ടുള്ള ആൾക്കാർ, ആ ടീമിലുള്ള മെമ്പേഴ്സാണ് ഈ ഒരു ഓഫേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പ്ലാൻ ചെയ്താണ് ഈ ഓഫർ കൊണ്ടുവന്നത്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ക്ലാരിഫിക്കേഷൻ പല ഭാഗങ്ങളിലാത്തൊരു ലീഡേഴ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2 തവണയായിട്ട് ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് മോഡിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റീജ് നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ സാധാരണക്കാരായ നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെസ്റ്റീജിൽ ഭാഗമായിട്ടുള്ള ഈ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണ്ടിയിട്ടാണ് വെസ്റ്റീജ് നിലകൊള്ളുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ റിക്വസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ അംഗീകരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ വെസ്റ്റീജ്. വെസ്റ്റീജിനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവാം. നിങ്ങൾ ഇത്രയും നാൾ അല്ലെങ്കിൽ ഈ പറയുന്ന 10 ദിവസം നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയിരുന്നത് അതെല്ലാം ഒന്ന് മായ്ച്ചു കളയുക, ഫ്രീ ആക്കുക, എന്നിട്ട് കാര്യങ്ങൾ ഒന്നേന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. ആ പ്രകാരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അപ്ഡേറ്റ് തന്നിരിക്കുന്നത് 10-ാം തീയതി, ഇന്നലെയാണ്, വൈകുന്നേരമാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഉള്ള ഓഫറുകളിലേക്ക് നമുക്ക് പോവാം. ഓഫറിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് ഫൈനലായിട്ടുള്ളത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോൺസ ഓഫർ എന്നുള്ളതാണ്. ട്രിപ്പിൾ ബോൺസ ഓഫർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, 3 ബോണസ് നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത്തെ ബോണസ് എന്ന് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ 2 ജാറുള്ളത്, അതോടൊപ്പം തന്നെ ഒരു ഫിലിപ്സിൻ്റെ അയൺ ബോക്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒന്നാമത്തെ ബോണസ്. രണ്ടാമത്തെ ബോണസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി പീരീഡിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള കൺസിസ്റ്റൻസി പീരീഡിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ 2-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള റീപർച്ചേസിൻ്റെ ബെനിഫിറ്റ് ടൈമിൽ നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ റീപർച്ചേസിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ 3 ബെനിഫിറ്റുകൾ കിട്ടുന്നത് കൊണ്ടാണ്, 3 ബോണസ് കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് ട്രിപ്പിൾ ബോണസ് ഓഫർ എന്ന് പറയുക. ഇതിൻ്റെ കാലാവധി ജൂൺ 2-ാം തീയതി മുതൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 2-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസത്തെ ബിസിനസ് അവസാനിക്കുന്ന ദിവസം വരേക്കും ഈ ഒരു ഓഫർ ബാധകമാണ്. അപ്പോൾ ഈ ഓഫറിനകത്ത് എന്താണ് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 BV നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. അത് സിംഗിൾ ഇൻവോയ്സ് ആയിട്ടോ മൾട്ടിപ്പിൾ ഇൻവോയ്സ് ആയിട്ടോ നമ്മൾ 2000 BVയോ അതിന് മുകളിലോ നമുക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ബോണസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 3 ബോണസ് കിട്ടാനായിട്ട് നമ്മൾ കൺസിസ്റ്റൻസി പീരീഡ് കവർ ചെയ്യണം. അതുപോലെ തന്നെ റീപർച്ചേസിൻ്റെ പീരീഡിലുള്ള ടൈമിലുള്ള പർച്ചേസ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ 2 ബോണസും കൂടെ അതിനകത്ത് ക്ലബ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലാതെ കൺസിസ്റ്റൻസി എക്സ്റ്റെൻഡ് ചെയ്ത് 30-ാം തീയതി വരെ കിട്ടില്ല. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് എന്താണോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് ആ കണ്ടീഷൻ പ്രകാരം ഉള്ള ഓഫറും കൂടി ഇതിനകത്ത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 BV അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മൾ സെൽഫായിട്ട് സിംഗിളായിട്ടോ മൾട്ടിപ്പിളായിട്ടോ ഇൻവോയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 4 മാസം കൊണ്ട് നമ്മൾ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. ഇതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വെസ്റ്റീജിൻ്റെ അഗ്രി പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയിൽ PV ഇതിനകത്ത് കൗണ്ട് ചെയ്തില്ല. ഇപ്പോൾ 2000 BVയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനകത്ത് അഗ്രി പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും PV വന്നിട്ടുണ്ടെങ്കിൽ ആ PV കൺസിഡർ ചെയ്തില്ല. അപ്പോൾ PV കുറയും. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അഗ്രി അല്ലാത്ത ഏത് പ്രോഡക്റ്റിൻ്റെയും പർച്ചേസ് ഇതിനകത്ത് കൗണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയറും ഇതിനകത്ത് ക്ലബ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വെലീനോ, SF9, മിസ്റ്റർ ഓഫ് മിലൻ ഈ കാറ്റഗറിയിലെ പ്രോഡക്റ്റുകളും കൂടെ നമ്മൾ ഈ പറയുന്ന സെൽഫ് പർച്ചേസിനകത്ത് ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓഫറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അതുപോലെ ഈ ഓഫറിൽ മുകളിലോട്ട് ഒരു ചുവന്ന ടാഗിങ്ങിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം 2 എൻട്രീസ് പെർ ID. അതായത് ഒരു IDയിൽ 2 എൻട്രി വരെ സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 BV ചെയ്യുന്നതിന് ബദലായിട്ട് നമ്മൾ അതിന് കൂടുതലായിട്ട് 4000 BV നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2 എൻട്രി അതിനകത്ത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് ഡബിളാക്കി അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഓഫറിൻ്റെ കാര്യം.
സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. 2000 PV എന്ന് പറഞ്ഞാൽ ഒരു മാസം ആവറേജ് നമ്മൾ 4 മാസമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 500 PV വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് എത്താനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊട്ട് ഏറ്റവും ടോപ്പിൽ വരെയുള്ള ലീഡേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ്. ഇനി നമ്മുടെ ലേൺ ആൻഡ് ട്രാവൽ ഓഫർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വെസ്റ്റീജ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, അതായത് വെസ്റ്റീജിൽ തുടക്കക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെസ്റ്റീജ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഓഫറാണ്, ആനിവേഴ്സറി ഓഫറാണ്. 5 മുതൽ 16% നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണ്ടിയിട്ടാണ് ലേൺ ആൻഡ് ട്രാവൽ ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കാലാവധിയും ജൂൺ 2 മുതൽ സെപ്റ്റംബർ മാസം അവസാനം വരേക്കുമായിരിക്കും ഇതിൻ്റെ ഒരു ഓഫറിൻ്റെ കാലാവധി. പഠിക്കുക, നേടുക, യാത്ര ചെയ്യുക, ഇതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ യാത്രയിൽ എക്സ്പേർട്ട് ട്രെയിനിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വെസ്റ്റീജിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുള്ള ട്രെയിനിങ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ട്രെയിനിങ്ങുകളാണുള്ളത്. ഒന്ന് ട്രെയിനിങ് 1, ട്രെയിനിങ് 2, ട്രെയിനിങ് 3. ട്രെയിനിങ് 1 വെസലിൻ സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് 2 ബ്യൂട്ടി ആൻഡ് വെൽനസ് സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് 3 അഗ്രി സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ആണ്. ഇങ്ങനെ 3 ട്രെയിനിങ്ങുകളുണ്ട്. ഇതിൽ ഏത് ട്രെയിനിങ് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിൽ ഈ ട്രെയിനിങ്ങിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമുക്ക് സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ലൊക്കേഷൻ അല്ലെങ്കിൽ ഊട്ടി, ഇതിലേതെങ്കിലും ലൊക്കേഷൻ നമുക്ക് അസൈൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാല ഡിന്നർ പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഗൗതം ബാലി സാറ്, കൺവീർ സാറ്, ദീപക് സാറ്, അല്ലെങ്കിൽ നമ്മുടെ അജയ് സൂരി സാറ് CEO, ഇവരൊക്കെ നമ്മളോടൊപ്പം വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ആദ്യമായിട്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിൽ ഇത്തരത്തിലൊരു ഗാല ഡിന്നർ പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. തീർച്ചയായും മാനേജ്മെൻറ്റിനെ നമ്മൾക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. അപ്പോൾ മാനേജ്മെൻറ്റിനെ പുതിയ തുടക്കക്കാർക്ക് വേണ്ടി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. അവരോടൊപ്പം ചെലവഴിക്കാനും ഫുഡ് കഴിക്കാനും അവരോടൊപ്പം ആശയവിനിമയം നടത്താനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഉള്ളൊരു അവസരമാണിത്. കൂടാതെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ട്രെയിനിങ് തരുന്നത്. കൂടാതെ നമുക്കൊരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു ഓഫറിൻ്റെ ഇത്രയധികം ബെനിഫിറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇപ്പോൾ പുതിയ മാർജിൻ വന്നിട്ടുള്ളത് 10 to 13% വരെയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിലും നമുക്ക് റീറ്റെയിൽ മാർജിൻ അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കൂടാതെ ഈ പറയുന്ന ടൈമിൽ നമുക്ക് ഈ പറയുന്ന ക്രൈറ്റീരിയയിൽ ഇപ്പോൾ പറയുന്ന ക്രൈറ്റീരിയയിൽ കൺസിസ്റ്റൻസി ഓഫറിൻ്റെയും അതുപോലെ തന്നെ മന്ത്ലി റീപർച്ചേസിൻ്റെ ബെനിഫിറ്റും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ക്ലബ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് തന്നെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് നോൺ അഗ്രി കാറ്റഗറി, അതുപോലെ അഗ്രി കാറ്റഗറി, പിന്നെ ക്ലബ്ഡ് കാറ്റഗറി. ഇങ്ങനെ 3 കാറ്റഗറിയായിട്ടാണ് ക്രൈറ്റീരിയ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ അഗ്രി കാറ്റഗറിയാണ്. അവിടെ വെസ്റ്റീജിൻ്റെ അഗ്രി ഒഴികെയുള്ള മറ്റെല്ലാ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയർ ലേൺ ആൻഡ് ട്രാവൽ ഓഫറിനകത്ത് ബാധകമല്ല. അപ്പോൾ അതിൻ്റെ PV വിട്ടിട്ട് നോൺ അഗ്രി കാറ്റഗറിയിൽ അഗ്രി ഒഴികെയുള്ള വെസ്റ്റീജിൻ്റെ ഏത് പ്രോഡക്റ്റും എടുക്കാം. ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഇല്ല. അതുപോലെ തന്നെ അഗ്രി കാറ്റഗറിയിൽ അഗ്രി പ്രോഡക്റ്റുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ക്ലബ്ഡ് കാറ്റഗറിയിൽ ഷാർപ്പ് ഒഴികെ വെസ്റ്റീജിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അഗ്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെസ്റ്റീജിൻ്റെ മറ്റ് ശ്രേണിയിലുള്ള പ്രോഡക്റ്റുകൾ എല്ലാം ക്ലബ്ബ് ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 3 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ആ 3 കാറ്റഗറിയുടെയും ക്രൈറ്റീരിയയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് നോൺ അഗ്രി കാറ്റഗറിയുടെ ക്രൈറ്റീരിയയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവിടെ അഗ്രി ഒഴികെ വെസ്റ്റീജിൻ്റെ മറ്റേത് പ്രോഡക്റ്റുകൾ കാറ്റഗറി നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഷാർപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ കൂടെ പറയില്ല. അഗ്രിയുടെ ഒഴികെ ബാക്കി ഏത് പ്രോഡക്റ്റിൻ്റെയും സെൽഫ് പർച്ചേസ് 1400 PVയോ അതിന് മുകളിലോ നമുക്ക് 4 മാസം കൊണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ 1600 PV പുതിയ ജോയിനിങ്ങിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണം. അതും അഗ്രി ഒഴികെയുള്ള പ്രോഡക്റ്റിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ അവർ ഓരോ മാസവും മിനിമം 2 പേര് ജോയിൻ ചെയ്യണം. ആ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ
100 PV സിംഗിൾ ഇൻവോയ്സിൽ തന്നെ ചെയ്യുകയും വേണം. അങ്ങനെ നമുക്ക് 8 മുതൽ 16 വരെ ആൾക്കാരെ നമുക്ക് പുതുതായിട്ട് വെസ്റ്റീജിലേക്ക് 4 മാസം കൊണ്ട് ജോയിൻ ചെയ്യിക്കാം. ഏറ്റവും കുറഞ്ഞത് 8 പേര് വേണം, ഏറ്റവും മാക്സിമം 16 പേര്. ഒരാളിൽ നിന്ന് നമുക്ക് 100 PV സിംഗിൾ ഇൻവോയ്സ് വെച്ചിട്ട് തന്നെ വേണം. അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുക എത്ര വേണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് 1600 PV പുതിയ ജോയിനിങ്സിൽ കൂടെ വേണം. ഇപ്പോൾ 100 PV വെച്ചിട്ട് 4 മാസമായിട്ട് 16 പേര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1600 PV കിട്ടും. 8 പേര് 200 PV വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കത് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ 1600 PV നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരിലൂടെയും സെൽഫായിട്ട് 1400 PVയും ചെയ്ത് മൊത്തം 3000 PVയോ അതിന് മുകളിലോ നമ്മൾ അഗ്രി ഒഴികെയുള്ള പർച്ചേസിലൂടെ PV നേടിക്കഴിയുമ്പോൾ നോൺ അഗ്രി കാറ്റഗറിയുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടും. 2, അഗ്രി കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അഗ്രിയുടെ പ്രൊഡക്റ്റുകൾ മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു പ്രൊഡക്റ്റുകളിലൂടെയും PV കൗണ്ട് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് വാങ്ങാം, പക്ഷേ അതിൻ്റെ PV ഇതിനകത്ത് കൗണ്ട് ചെയ്യുന്നതല്ല. ഇവിടെ 1400 PV നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. 1600 PV എല്ലാ മാസങ്ങളിലും 2 ജോയിനിങ്സിലൂടെ മിനിമം 2 ജോയിനിങ്സ് ജോയിൻ ചെയ്യുന്ന ആൾ 100 PV സെൽഫായിട്ട് ചെയ്യണം. അങ്ങനെ 8 മുതൽ 16 വരെ ജോയിൻസ് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. 4 മാസം കൊണ്ട് 1600 PVയോ അതിന് മുകളിലോ നമ്മൾ നേടുക. ആ 1600 PVയും അഗ്രി കാറ്റഗറിയിൽ നിന്നുള്ള ആയിരിക്കണം. രണ്ടുകൂടെ ചേർത്തിട്ട് 3000 PV അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അഗ്രി കാറ്റഗറി എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ നമ്മൾ ക്വാളിഫൈ ആവും. ഇനി മൂന്നാമതാണ് ക്ലബ്ഡ് കാറ്റഗറി. വെസ്റ്റീജിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്താൻ പറ്റും, ഷാർപ്പ് ഒഴികെ. അഗ്രി ആയിക്കോട്ടെ, മറ്റേത് സെഗ്മെൻ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 1400 PVയോ അതിന് മുകളിലോ നമുക്ക് സെൽഫായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ കാറ്റഗറി ഉൾപ്പെടുത്തി പർച്ചേസ് ചെയ്യാം. കൂടാതെ 2600 PV ആണ് ഇവിടെ നമ്മൾ പുതിയ ജോയിനിങ്സിലൂടെ നേടേണ്ടത്. അപ്പോൾ എല്ലാ മാസവും കുറഞ്ഞത് 2 പേര് ജോയിൻ ചെയ്യണം പുതുതായിട്ട്. അവർ ഓരോരുത്തരും സിംഗിൾ ഇൻവോയ്സിൽ 100 PV എങ്കിലും ചെയ്യണം, എങ്കിൽ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ 8 മുതൽ 26 ജോയിനിങ് വരെ നമുക്ക് ഈ 4 മാസം കൊണ്ട് ചെയ്യാം. അപ്പോൾ 8 പേര് മിനിമം ഉണ്ടായിരിക്കണം, 26 പേര് മാക്സിമം. 26 പേര് ഓരോരുത്തരും 100 PV ചെയ്ത് കഴിഞ്ഞാൽ 2600 PV ആവും. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പം അങ്ങനെ 8 മുതൽ 26 വരെ ആൾക്കാരെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവർ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള 100 PV എന്നുള്ളത് സിംഗിൾ ഇൻവോയ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ 1400 PVയും 2600 PVയും കൂടെ ചേർത്തിട്ട് 4 മാസം ചേരുമ്പോൾ 4000 PVയോ അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലബ്ഡ് കാറ്റഗറിയിലേക്ക് എത്തും. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 കാറ്റഗറിയിൽ നമുക്ക് ഏതാണോ ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്നത് കാറ്റഗറി, ആ കാറ്റഗറിയിൽ നമുക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നേടിയെടുക്കുന്നൊരു വ്യക്തിക്ക് 3 പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. കഴിയില്ല. ഒരു ക്രൈറ്റീരിയ പ്രകാരം ഒരു ട്രെയിനിങ്, 2 ക്രൈറ്റീരിയ നേടിയെടുക്കുകയാണെങ്കിൽ 2 ട്രെയിനിങ്. അങ്ങനെ മാക്സിമം ഒരു ഐഡിയയിൽ 2 ട്രെയിനിങ് വരെ മാത്രമേ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വെസ്ലിം സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നോൺ അഗ്രി കാറ്റഗറി എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് 3000 PV നേടുന്നു, വെസ്ലിം സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുക്കാം. അഗ്രി കാറ്റഗറിയുടെ പറഞ്ഞേക്കുന്ന ക്രൈറ്റീരിയ പ്രകാരം 3000 PV അതിന് മുകളിൽ നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് അഗ്രി സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുക്കാം. അങ്ങനെ നമുക്ക് ഏത് ക്രൈറ്റീരിയ ആണോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ക്രൈറ്റീരിയ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ട്രെയിനിങ്ങിന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ട്രെയിനിങ് പോകണം എന്നുള്ളതിൽ 2 ക്രൈറ്റീരിയ ചെയ്യുക. അങ്ങനെ ഒരു ഐഡിയയിൽ മാക്സിമം 2 ട്രെയിനിങ് വരെ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ 8 പേര് 16 പേര് 26 പേരൊക്കെ നമ്മൾ പറഞ്ഞു പുതുതായിട്ട് ജോയിൻ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അവർ ജോയിൻ ചെയ്യുന്ന മാസം ഏതാണെങ്കിക്കോട്ടെ, ഇപ്പോൾ ജനുവരി ആയിക്കോട്ടെ, ജൂൺ ആയിക്കോട്ടെ, ജൂലൈ ആയിക്കോട്ടെ, സെപ്റ്റംബർ ആയിക്കോട്ടെ, ഓഗസ്റ്റ് ആയിക്കോട്ടെ, ഇതിൽ ഏത് മാസം അവർ ജോയിൻ ചെയ്താലും ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ പ്രകാരം, ഇപ്പോൾ നോൺ അഗ്രി ആയിക്കോട്ടെ, അഗ്രി കാറ്റഗറി ആയിക്കോട്ടെ, അവർക്ക് 3000 PV ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ പ്രകാരം 3000 PV എത്തുകയാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാം, ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അകത്ത് പങ്കെടുക്കാം. അല്ല, അവർ ക്ലബ്ഡ് ആയിട്ടാണ് 4000 PV ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം തിരഞ്ഞെടുത്ത് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പ്രോഗ്രാം പങ്കെടുക്കാൻ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന, ഈവൻ സെപ്റ്റംബറിൽ പോലും ജോയിൻ ചെയ്യുന്ന ആൾക്ക് പോലും ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ട്രെയിനിങ് ട്രിപ്പിനകത്ത്
പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അടുത്ത അടുത്ത ഓഫർ വരുന്നത് ഏർലി ബേർഡ് ഓഫറാണ്. ഈ ഏർലി ബേർഡ് ഓഫർ ജൂൺ 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് വരെയാണ്. ഓഗസ്റ്റ് മാസം അവസാനം വരെയാണ്. ശ്രദ്ധിക്കുക, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസത്തേക്കാണ്. സെപ്റ്റംബർ മാസം ഇതിനകത്ത് കൂട്ടുന്നില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആ ക്രൈറ്റീരിയ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഏർലി ബേർഡ് ഓഫർ തന്നിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ടുള്ള ബെസിലിം സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അഗ്രി സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തിക്ക് മെഗാ ലക്കി ഡ്രോയിലാണ് പങ്കെടുക്കാൻ സാധിക്കുക. 100 ഭാഗ്യശാലികൾക്ക് വേണ്ടിയിട്ട്, തിരഞ്ഞെടുക്കപ്പെടുന്ന 100 ഭാഗ്യശാലികൾക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങളുണ്ട്. 2 ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ, 3 HP ലാപ്ടോപ്പ്, 4 വാഷിംഗ് മെഷീൻ, 6 ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ, 5 സാംസങ് ഗാലക്സി മൊബൈൽ ഫോൺ, 20 മൈക്രോ ഓവൻ, 30 ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച്, 30 സ്മാർട്ട് വയർലെസ് ഹെഡ്ഫോൺ, ഇയർബഡ്സ്. അപ്പോൾ ഇത്രയാണ് സമ്മാനങ്ങൾ വരുന്നത്. ഈ സമ്മാനങ്ങൾ നേടേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈറ്റീരിയ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജൂണിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ 3000 PV കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ക്രൈറ്റീരിയ അവിടെ കൊണ്ട് തീരുന്നില്ല. ജൂലൈയിലും ഓഗസ്റ്റിലും 2 പേര് വീതം ജോയിൻ ചെയ്യണം പുതുതായിട്ട്. കൂടാതെ അവർ 100 PV സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം. ഇപ്പോൾ ജൂൺ മാസത്തിൽ 3000 PV ചെയ്തു, 8 പുതിയ ജോയിനിങ്സ് വന്നു, ബാക്കി എല്ലാ ക്രൈറ്റീരിയസും മീറ്റ് ചെയ്തു, അദ്ദേഹം ക്വാളിഫൈ ചെയ്തു. പോകാൻ ഉദ്ദേശിക്കുന്നത് വെസ്ലിം സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങിലാണ്. പക്ഷേ മാസം ബാക്കി കിടപ്പുണ്ട് ജൂലൈ, ഓഗസ്റ്റ്. ജൂലൈ മാസത്തിൽ 2 പേരെ വീണ്ടും ജോയിൻ ചെയ്യണം. ആ 2 പേരും 100 PV വീതം സിംഗിൾ ഇൻവോയ്സിൽ പർച്ചേസ് ചെയ്യുകയും വേണം. അവിടെയും കഴിഞ്ഞില്ല, ഓഗസ്റ്റ് മാസത്തിലും വീണ്ടും 2 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്യണം. അവരും 100 PV വീതം സിംഗിൾ ഇൻവോയ്സിൽ പർച്ചേസ് ചെയ്യുകയും വേണം. അങ്ങനെ 3 മാസങ്ങളിലായിട്ടും ജോയിനിങ് നടന്നെങ്കിൽ മാത്രമേ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയുള്ളൂ. ഇതിനകത്തും ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയറിൻ്റെ PV കൂട്ടുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ക്രൈറ്റീരിയ പ്രകാരം, മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം ഉള്ള കാര്യങ്ങൾ മുന്നേ കൂട്ടി ചെയ്യുന്നവർക്കാണ് ഇതുള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രോ യുവർ ഇൻകം ഓഫറിലേക്കാണ്. ഗ്രോ യുവർ ഇൻകം ഓഫർ വന്നിട്ട് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ഡയറക്ടേഴ്സിന് അവരുടെ പെർമനൻറ്റ് ലെവലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം എക്സ്ട്രാ PV ഒരു ക്രൈറ്റീരിയ ആണ് തന്നിട്ടുള്ളത്. ആ എക്സ്ട്രാ PV ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എക്സ്ട്രാ ഇൻകം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ നമുക്ക് മെയിനായിട്ട് വെച്ച് തന്നിട്ടുള്ളത്. അത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് തന്നെയാണ് നമുക്ക് ഈ ഓഫർ തന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ഈ 4 മാസം ഈ ഒരു ഓഫർ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ നമുക്ക് ഇതിനകത്തോടെ ഈ ഒരു ഓഫറിൻ്റെ കാലാവധിയോടുകൂടി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ ചെയ്യുന്ന ഓരോ എഫോർട്ടും നമുക്ക് അധികം വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് അതിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ 3 കോളങ്ങളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബോൺസ്, സിൽവർ, ഗോൾഡ്, ഈ 3 കാറ്റഗറിയിലും അവർക്ക് 3600 ഗ്രൂപ്പ് PV ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് പെർമനൻറ്റ് ലെവൽ, അതായത് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് കാറ്റഗറിയിലുള്ള ലീഡേഴ്സ് അവരുടെ പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ TBB, ടീം ബിൽഡിംഗ് ബോണസും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ടീം ബിൽഡിംഗ് ബോണസ് ബ്രോൺസ് ഡയറക്ടർ നേടണമെന്നുണ്ടെങ്കിൽ 2600 ഗ്രൂപ്പ് PV ആണ് സൈഡ് ഹോളിയായിട്ട് വേണ്ടുന്നത്. അതിൽ എക്സ്ട്രാ ആയിട്ട് 1000 PV കൂടെ ചെയ്യണം. അങ്ങനെ എക്സ്ട്രാ 1000 PV കൂടെ ചേർത്തിട്ട് 3600 ഗ്രൂപ്പ് PV 4 മാസങ്ങളിൽ നേടണം. ജൂണിൽ 3600 ഗ്രൂപ്പ് PV, ജൂലൈയിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ, അങ്ങനെ 4 മാസങ്ങളിലും 3600 ഗ്രൂപ്പ് PV വീതം നേടണം. അങ്ങനെ നേടുന്നതിനോടൊപ്പം തന്നെ സെൽഫായിട്ട് 100 PV വീതം 4 മാസങ്ങളിലും ചെയ്യണം. 4 മാസത്തെ കൂടെ ചേർക്കുമ്പോൾ 400 PV അങ്ങനെയും എത്തണം. കൂടാതെ എല്ലാ മാസങ്ങളിലും കുറഞ്ഞത് 2 പേര് ടീമിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യണം.
ആ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തിയും 100 PV സിംഗിൾ ഇൻവോയ്സിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണം. അങ്ങനെ 4 മാസത്തെ കൊണ്ട് ചേർക്കുമ്പോൾ 8 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ആ ജോയിൻ ചെയ്യുന്ന വ്യക്തിയെ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഫോസ്റ്റർ ID ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്ടർ ഫോസ്റ്റർ ID കൊടുക്കുമ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. കമ്പനിയിൽ റിക്വസ്റ്റ് അയച്ചുകൊണ്ടോ മെയിൽ അയച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് ഫോസ്റ്റർ ID അല്ലെങ്കിൽ ഡയറക്ടർ ID കൊടുക്കുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോൺസ് ഡയറക്ടർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളും, കമ്പനിയുടെ ഓഫറുകൾ ബെനിഫിറ്റുകൾ എല്ലാം കിട്ടും. ബാക്കി എല്ലാ ഓഫേഴ്സും ബെനിഫിറ്റും കിട്ടുന്നതിന് പുറമേ ഗ്രോ യുവർ ഇൻകം ഓഫറിലൂടെ 20,000 രൂപ അധികമായിട്ട് ഒരു വരുമാനം, അത് ഉറപ്പുള്ള വരുമാനമാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ക്യാഷായിട്ട് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തത് സിൽവർ ഡയറക്ടറാണ്. സിൽവർ ഡയറക്ടർക്ക് ടീം ബിൽഡിംഗ് ബോണസ് വേണം. അതുപോലെ തന്നെ പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അദ്ദേഹത്തിന് TBB കിട്ടണമെന്നുണ്ടെങ്കിൽ 2100 ഗ്രൂപ്പ് PV ആണ് വേണ്ടുന്നത്. അതോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 1500 PV കൂടെ വരുത്തുന്നുണ്ട്. മൊത്തത്തിൽ സൈഡ് വോളിയം 3600 ഗ്രൂപ്പ് PV എത്തുമ്പോൾ അവർക്ക് ഈ ക്രൈറ്റീരിയയിലേക്ക് വരാം. പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. കൂടാതെ 4 മാസങ്ങളിൽ 3 LOB എടുത്തിരിക്കണം. 3 LOB ക്യുമുലേറ്റീവായിട്ട് 4 മാസങ്ങൾ കൊണ്ട് 3 LOB ക്യുമുലേറ്റീവായിട്ട് കിട്ടുകയും വേണം. 100 PV വീതം അവർ സെൽഫായിട്ട് ചെയ്യുകയും വേണം. എല്ലാ മാസങ്ങളിലും 2 പേര് മിനിമം ജോയിൻ ചെയ്യുകയും വേണം. ഫോസ്റ്റർ ID ഡയറക്ടർ ID വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യുന്ന വ്യക്തി 100 PV സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം. അങ്ങനെയെങ്കിൽ 25,000 രൂപ അവർക്ക് എക്സ്ട്രാ ആയിട്ട് വരുമാനം കിട്ടും. ഗോൾഡ് ഡയറക്ടർക്ക് ഇതേപോലെ തന്നെ ക്രൈറ്റീരിയ ഉണ്ട്. TBB അത് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടണമെങ്കിൽ അതോടൊപ്പം തന്നെ പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് TBB കിട്ടണമെങ്കിൽ 1800 PV ആണ് അവർ സൈഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എക്സ്ട്രാ ആയിട്ട് 1800 PV കൂടെ അവർ ചെയ്യുമ്പോൾ രണ്ടുകൂടെ ചേർത്തിട്ട് 3600 ഗ്രൂപ്പ് PV എത്തി. അതോടൊപ്പം തന്നെ ക്യുമുലേറ്റീവായിട്ട് 6 LOB അവർ മെയിൻറ്റെയിൻ ചെയ്യണം. 4 മാസങ്ങളിലായിട്ട് 100 PV വെച്ചിട്ട് എല്ലാ മാസങ്ങളിലും സെൽഫായിട്ട് ചെയ്യണം. എല്ലാ മാസങ്ങളിലും 2 പേര് മിനിമം ജോയിൻ ചെയ്യണം. അവരെല്ലാവരും മിനിമം 100 PV വെച്ചിട്ട് സിംഗിൾ ഇൻവോയ്സിൽ പർച്ചേസ് ചെയ്യും വേണം. അങ്ങനെയെങ്കിൽ 30,000 രൂപയാണ് അവർക്ക് അധികമായിട്ട് കിട്ടുന്ന വരുമാനം. ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ടൊരു ഓപ്ഷനുണ്ട്. 4600 ഗ്രൂപ്പ് PV. ബാക്കി ക്രൈറ്റീരിയസ് എല്ലാം മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 4600 ഗ്രൂപ്പ് PV വരുന്നുണ്ട്. എക്സ്ട്രാ PV ചെയ്യേണ്ടുന്നതിൽ വ്യത്യാസമുണ്ട്. ബാക്കി LOBയിലും സെൽഫ് PVയിലും അതുപോലെ ന്യൂ ജോയിനിങ്ങിനും എല്ലാം ക്രൈറ്റീരിയ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ബ്രോൺസ് ഡയറക്ടർക്ക് 35,000, സിൽവർ ഡയറക്ടർക്ക് 40,000, ഗോൾഡ് ഡയറക്ടർക്ക് 45,000 അധികമായിട്ട് വരുമാനം അവർക്ക് ലഭിക്കും. ഇതിനേക്കാൾ കൂടുതൽ PV ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് കോൺഫിഡൻ്റ് ഉള്ള ലീഡേഴ്സിന് വേണ്ടി വീണ്ടും അടുത്തൊരു ഓപ്ഷൻ കൂടെ മെസ്സേജ് തന്നിട്ടുണ്ട്. 5,600 ഗ്രൂപ്പ് PV ചെയ്യുമ്പോൾ ഓരോ മാസങ്ങളിൽ 5,600 ഗ്രൂപ്പ് PV വീതം ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ PVയിൽ വ്യത്യാസമുണ്ട്. ബാക്കി ക്രൈറ്റീരിയ എല്ലാം മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമ്പോൾ ബ്രോൺസ് ഡയറക്ടർ 45,000 രൂപ എക്സ്ട്രാ വരുമാനം, ബാക്കി എല്ലാ ബെനിഫിറ്റുകളും ഓഫറുകളും എല്ലാം കഴിയുക അവർക്ക് എക്സ്ട്രാ കിട്ടുന്നത് 45,000 രൂപ കിട്ടുന്നുണ്ട്. സിൽവർ ഡയറക്ടർക്ക് 50,000 രൂപ എക്സ്ട്രാ ഉണ്ട്. ഗോൾഡ് ഡയറക്ടർക്ക് 55,000 രൂപ എക്സ്ട്രാ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ഓഫർ തീർച്ചയായും ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ഡയറക്ടർ ലെവലിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്മാർ മാക്സിമം ഇതിനെ പ്രയോജനപ്പെടുത്തുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയർ നമുക്കിതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതോടൊപ്പം തന്നെ ഈ പർച്ചേസിലൊക്കെ ചെയ്യുന്ന PV അത് തിരിച്ച് ആരെങ്കിലും പ്രോഡക്റ്റുകൾ റിട്ടേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ PV മൈനസായി പോകുന്നതാണ്. അപ്പോൾ ടീമിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും മാറ്റി വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ജോയിനിങ് ക്രൈറ്റീരിയ നമുക്ക് 4 മാസമാണ് ടൈം തന്നിട്ടുള്ളത്. അത് 3 മാസത്തിനുള്ളിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടീം ബിൽഡിംഗ് ബോണസും 4 മാസത്തിൽ 3 മാസമെങ്കിലും ടീം ബിൽഡിംഗ് ബോണസ് നേടിയിട്ടുണ്ടാവണം. ബാക്കിയുള്ള PV നമുക്ക് ക്യുമുലേറ്റീവായിട്ട് നമുക്ക് കണക്കൂട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ഗ്രോ യുവർ ഇൻകം ഓഫർ സ്റ്റാർ, ഡയമണ്ട്, അതുപോലെ തന്നെ ക്രൗൺ ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇവർക്കും അധികമായിട്ട് ചെയ്യുന്ന PVയിലൂടെ അധിക വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്.
കാലാവധി ജൂൺ 2 മുതൽ സെപ്റ്റംബർ മാസം അവസാനം വരേക്കുമാണ് ഇതിൻ്റെയും കാലാവധി. ഇവിടെ സ്റ്റാർ ഡയറക്ടറുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് LOB മിനിമം 2 LOB വെച്ചിട്ട് ഒരു മാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഉണ്ടായിരിക്കണം. 4 മാസം എത്തുമ്പോഴത്തേക്കും ക്യുമുലേറ്റീവായിട്ട് 8 LOB ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റാർ ഡയറക്ടർക്ക് LOB മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ 1000 PV ആയിരിക്കും അവരുടെ സൈഡ് വോളിയം. കൂടാതെ 1500 PV എക്സ്ട്രാ കൂടെ ചേർത്തിട്ട് 2500 PV ആണ് അവർക്ക് ഒരു മാസത്തേക്ക് എത്തേണ്ടുന്ന സൈഡ് വോളിയം. ആ 2500 PV എന്നുള്ളതിനെ 4 മാസങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ 10000 PV ക്യുമുലേറ്റീവായിട്ട് കിട്ടുകയും വേണം. അങ്ങനെ അവർക്ക് 50,000 രൂപ എക്സ്ട്രാ വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് ഡയറക്ടർക്ക് മിനിമം 3 LOB ഒരു മാസങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ 4 മാസങ്ങളിലായിട്ട് 12 LOB വരണം. ഡയമണ്ട് ഡയറക്ടറുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 500 PV ആണ് സൈഡ് വേണ്ടുന്നത്. കൂടാതെ 1500 PV കൂടെ എക്സ്ട്രാ ചെയ്തിട്ട് 2000 PV ആണ് അവർക്ക് സൈഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്. അങ്ങനെ 8000 PV അവർ ക്യുമുലേറ്റീവായിട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് 70,000 രൂപ അധിക വരുമാനം കിട്ടുന്നുണ്ട്. കൂടാതെ സ്റ്റാർ ഡയമണ്ട് ഡയറക്ടേഴ്സിന് ഒരു നിബന്ധന കൂടെ ഉണ്ട്. സെൽഫ് PV എന്താണോ നമ്മുടെ സക്സസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ആ സെൽഫ് PV അവിടെ ചെയ്യണം. കൂടാതെ മിനിമം 2 ജോയിനിങ് എല്ലാ മാസങ്ങളിലും ഉണ്ടായിരിക്കണം. അത് ഡയറക്റ്റായിട്ടോ ഫോസ്റ്ററായിട്ടോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 100 PV അവർ സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം. കൂടാതെ ഇവിടെ ചെറിയൊരു എക്സെപ്ഷൻ കേസ് സ്റ്റാർ ഡയറക്ടർക്കും ഡയമണ്ട് ഡയറക്ടർക്കും ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. സ്റ്റാർ ഡയറക്ടർക്കോ ഡയമണ്ട് ഡയറക്ടർക്കോ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്റ്റാർ ഡയറക്ടറുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഡയമണ്ട് ഡയറക്ടറുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം 4 മാസങ്ങളിൽ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ബ്രോൺസ്, സിൽവർ, ഗോൾഡ് കാറ്റഗറിയിൽ അവർക്ക് 4 മാസവും കൃത്യമായിട്ട് അവരുടെ പെർമനൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റാർക്കും ഡയമണ്ടിനും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ എക്സെപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് ഡയറക്ടർക്ക് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സ്റ്റാർ ഡയറക്ടർ ഒരു ലെവൽ താഴേക്ക് പോയി സ്റ്റാർ ഡയറക്ടറിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റാർ ഡയറക്ടർക്ക് അതുപോലെ സ്റ്റാർ ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ LOB എന്നും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് സ്റ്റാർ ഡയറക്ടറിൽ നിന്ന് ഒരു ലെവൽ താഴോട്ട് പോയി ഗോൾഡ് ഡയറക്ടറിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ 4 മാസങ്ങളിലും ഏതാണോ പെർമനൻറ്റ് ലെവലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് 4 മാസങ്ങളിൽ അതിനെ താഴാതെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ സ്റ്റാർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തി ഡയമണ്ടോ ക്രൗണോ ഒക്കെ മുകളിലോട്ട് പോകാം, പക്ഷേ സ്റ്റാറിന് താഴേക്ക് പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർ ഡയറക്ടർക്കും ഡയമണ്ട് ഡയറക്ടർക്കും ഒരു പിൻ ലെവൽ താഴേക്ക് നിന്നിട്ട് അവർക്ക് ക്വാളിഫിക്കേഷൻ ലെവൽ നോക്കാവുന്നതാണ്. സ്റ്റാർ ഡയമണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്താൽ എക്സ്ട്രാ വരുമാനം നേടാനായിട്ട് സാധിക്കും. ഇനി ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് മിനിമം 4 LOB ആണ് ഒരു മാസം വേണ്ടുന്നത്. ക്യുമുലേറ്റീവായിട്ട് 4 മാസങ്ങളിലൂടെ കയറി ചേർന്നിട്ട് 16 LOB അവർക്ക് നേടണം. അങ്ങനെ 16 LOBയിലൂടെ അവർക്ക് ഗ്രൂപ്പ് PV ആയിട്ട് നേടേണ്ടുന്നത് ഓരോ മാസങ്ങളിലെയും ഗ്രൂപ്പ് PVയിൽ വ്യത്യാസമുണ്ട്. 40,000 ഗ്രൂപ്പ് PV ആണ് ജൂണിൽ, ജൂലൈയിൽ 45,000, ഓഗസ്റ്റിൽ 50,000, സെപ്റ്റംബറിൽ 55,000. അങ്ങനെ ഗ്രൂപ്പ് PVയിൽ വ്യത്യാസമുണ്ട്. ക്യുമുലേറ്റീവായിട്ട് വരുമ്പോൾ 4 മാസത്തെയും കൂടെ ചേർത്ത് ഗ്രൂപ്പ് PV 1,90,000 ഉണ്ടായിരിക്കണം. അങ്ങനെ നേടുമ്പോൾ അവർക്ക് മറ്റെല്ലാ ഓഫറും ബെനിഫിറ്റുകളും കഴിയുകെ 1,00,000 രൂപ അവർക്ക് എക്സ്ട്രാ ഇൻകം ഈ ഒരു ഓഫറിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഇവിടെ ക്രൗണിനും ചില ക്രൈറ്റീരിയാസിൽ ചില കാര്യങ്ങളൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ലെഗിൽ നിന്ന് മാക്സിമം 10,000 PV വരെ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് PV മൈ സക്സസ് പ്ലാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള സെൽഫ് PV ചെയ്യണം. എല്ലാ മാസങ്ങളിലും മിനിമം 2 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്യണം. സ്റ്റാർ ഡയറക്റ്റായിട്ടോ ഫോസ്റ്റ് ID ആയിട്ടോ അവർക്ക് ജോയിൻ ചെയ്യാം. അവർ ഓരോരുത്തരും 100 PV വെച്ചിട്ട് സിംഗിൾ ഇൻവോയ്സിലൂടെ പർച്ചേസും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രൈറ്റീരിയയിലൂടെ അവർക്ക് ഈ ഒരു ഇൻകം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയും ശ്രദ്ധിക്കുക, ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയറിൻ്റെ PV ഈ ഓഫറിൽ കൗണ്ട് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ബെനിഫിറ്റ്. ഇൻ്റർനാഷണൽ ട്രിപ്പ് ബെനിഫിറ്റ് വരുന്നത് UCD, DUCD, DCD കാറ്റഗറിയിലുള്ള ലേഡീസിനാണ്. അവർക്ക് 4 ദിവസത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സിംഗപ്പൂർ, മാലദ്വീപ്സ് അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലേക്ക് പോകാനുള്ളൊരു ട്രിപ്പാണ് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിന് UCD,
DCD, DUCD എന്നീ ലെവലിലുള്ള ലീഡേഴ്സ് അവരുടെ പിൻ ലെവൽ കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസങ്ങളിലും അവരുടെ പെർമനൻ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പെർമനൻ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത UCD, DCD അല്ലെങ്കിൽ DUCDക്കാർക്ക് ജനുവരി മാസത്തെ അവരുടെ പെർമനൻ്റ് ലെവൽ എന്തായിരുന്നോ ആ ലെവലിൽ നിന്നിട്ട് അവർക്ക് ക്രൈറ്റീരിയ ആ ലെവലിലുള്ള ക്രൈറ്റീരിയ എന്താണോ അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ പ്രകാരമുള്ള ഓഫർ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് UCD, DCD അല്ലെങ്കിൽ DUCD ലെവലിലുള്ള ലീഡേഴ്സ് അവരുടെ പെർമനൻ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ UCDക്കാണെങ്കിൽ മാസം 2 ലക്ഷമാണ് ഗ്രൂപ്പ് PV വേണ്ടുന്നത്. അത് ഒരു ലെഗിലൂടെ 1 ലക്ഷം മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. DCDക്ക് 5 ലക്ഷമാണ് മാസം നേടേണ്ടത്. അതിലൂടെ മാക്സിമം 2 ലക്ഷം PV വരെ മാത്രമേ ഒരു ലെഗിലൂടെ നേടാൻ സാധിക്കുകയുള്ളൂ. DUCDക്ക് 10 ലക്ഷം PV ആണ് ഒരു മാസം നേടേണ്ടത്. അങ്ങനെ മാക്സിമം 4 ലക്ഷം PV ആണ് ഒരു ലെഗിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക. ഇവിടെ UCD ആയിക്കോട്ടെ, DCD ആയിക്കോട്ടെ, DUCD ആയിക്കോട്ടെ 6 ലെഗിൽ നിന്ന് വേണം ഈ ഗ്രൂപ്പ് PV എത്തി ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട്. അതിന് മുകളിലോട്ടുള്ള 8, 12 ഉള്ള കാറ്റഗറി അല്ലെങ്കിൽ 8, 12 ലെവലിലുള്ള ലെഗുകൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇൻകം ക്വാളിഫിക്കേഷൻ സാധിക്കില്ല. 6 ലെഗിൽ നിന്ന് വേണം ഇത് ക്വാളിഫൈ ആവാനായിട്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കാറ്റഗറിയിലുള്ള ലീഡേഴ്സ് ഓരോ മാസത്തെ ബിസിനസ്സിലും 10% ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ 2 ലക്ഷം ചെയ്യുന്ന UCD ആണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ അതിനേക്കാൾ 10% കൂടുതലായിരിക്കണം PV ഉണ്ടായിരിക്കേണ്ടത്. ഓഗസ്റ്റിൽ ജൂലൈക്കാൾ 10% കൂടി അധികമായിരിക്കണം. സെപ്റ്റംബറിൽ ഓഗസ്റ്റിനേക്കാൾ 10% കൂടി അധികമായിരിക്കണം. അല്ലെങ്കിൽ ക്ലബ് ചെയ്തിട്ട് 30% മൊത്തത്തിൽ എത്തിയാലും മതി. അങ്ങനെ DCDക്കും DUCDക്കും ഇതേ നിബന്ധന ബാധകമാണ്. കൂടാതെ DCD, UCD, DUCD ലെവലിലുള്ള ലീഡേഴ്സ് എലൈറ്റ് ക്ലബും ക്വാളിഫൈ ചെയ്തിരിക്കണം 4 മാസങ്ങളിലും. മൈ സക്സസ് പ്ലാൻ പ്രകാരമുള്ള സെൽഫ് PV എത്രയാണോ അതും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ജനുവരി മാസത്തിൽ ക്വാളിഫൈ ആവാൻ പറ്റാത്തൊരു ലീഡറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജൂൺ മാസത്തിൽ ഏതാണോ പെർമനൻ്റ് ലെവൽ ആ പെർമനൻ്റ് ലെവലിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ട്രിപ്പിൽ 2 എൻട്രി വരെ മാക്സിമം ലഭിക്കുന്നതാണ്. അതായത് UCD ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹസ്ബൻഡാണ് UCD എങ്കിൽ വൈഫിനെയും കൂടെ ഈ ട്രിപ്പിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഓഫർ ഡബിളായിട്ട് ചെയ്യുക. 2 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമായിട്ട് ഓരോ മാസങ്ങളിൽ ചെയ്യുക. അങ്ങനെ ഈ ക്രൈറ്റീരിയ എല്ലാം ഡബിളാക്കി ചെയ്യുക. 10% ബിസിനസ് ഗ്രോത്ത് എന്നുള്ളത് 20% ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് 2 എൻട്രി ഇതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ 2 പേർക്കും ഈ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഫേഴ്സ്. വളരെ സിമ്പിളാണ്. നമ്മൾ നിലവിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബിസിനസ്സിനെ കുറച്ചുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ച് കൂടുതലായിട്ട് PV ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് എക്സ്ട്രാ വരുമാനം നേടാനായിട്ട് സാധിക്കുന്നതാണ്. പുതുതായിട്ട് വെസ്റ്റീജിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് ഇതൊരു വമ്പൻ അവസരമാണ്. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ബേർഡ് ഓഫറിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ ലേൺ, ഏൺ ആൻഡ് ട്രാവൽ ഓഫറിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ ട്രിപ്പിൾ ബോൺസ ഓഫറിലേക്കും അവർക്ക് ക്വാളിഫൈ ആവുന്നതാണ്. ഈ ട്രിപ്പിൾ ബോൺസ ഓഫർ മറ്റ് ഏത് ഓഫറിനും കൂടെ ക്ലബ് ചെയ്യാൻ സാധിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലബ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത് ഒരു ഓഫറിലേക്ക് കൺസിഡർ ചെയ്യുന്ന PV ആ ഓഫറിലേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ലേൺ, ഏൺ, ട്രാവൽ ഓഫറിലേക്ക് 1400 സെൽഫ് PV വേണ്ടുന്നിടത്ത് അത് നേടിയെടുക്കണം. കൂടാതെ ട്രിപ്പിൾ ബോൺസ ഓഫറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2000 PV കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ 1400 PV എന്നുള്ളത് ഈ 2000 PVയുടെ കൂടെ ക്ലബ് ചെയ്യുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതാണ് ഓഫറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇത് കൂടാതെ ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ അയക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം അതിൻ്റെ ഉത്തരങ്ങളും കൂടെ ചേർത്തുള്ളതാണ്. അത് ഞാൻ ഇതിനെ കൂടെ തന്നെ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഫസ്റ്റ് സെഷനാണ്, ഓഫർ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നൊരു ക്രൈറ്റീരിയ ആണ്. സംശയങ്ങളുള്ളവർ ദയവായി എന്നെ വിളിക്കുക. അത് ഏത് രാത്രിയിലാണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു വെൽത്ത്. താങ്ക് യു സോ മച്ച്.